തുടങ്ങിയതാണെന്നല്ലേ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത്. ക്യാപ് കട്ട് എന്ന സോഫ്റ്റ്വെയറിൽ കുറച്ച് ടെംപ്ലേറ്റ് കണ്ടു, അതിട്ട് ഞാൻ പെരുമാറി, അത്രേ ഉള്ളൂ ഗൈസ്. കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ആലോചിക്കും ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും കോഫിക്ക് പോകണം, പടത്തിൻ്റെ പോകണം, ബാറിൽ പോകണം, വെള്ളമടിക്കണം, സന്തോഷിക്കണം, ആറുമതിക്കണം, ഫ്രണ്ട്സിനെ വിളിക്കണം, അടിച്ചു പൊളിക്കണം, പല പല പ്ലാൻസ്. അങ്ങനെ വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എല്ലാവരെയും വിളിക്കുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാവരും നല്ല ബിസി ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക? ചെയ്യാനൊന്നുമില്ല. ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് എണീക്കുന്നു, ബാത്റൂമെല്ലാം കഴുകുന്നു, പാത്രമെല്ലാം കഴുകുന്നു, വീടെല്ലാം വൃത്തിയാക്കുന്നു. അങ്ങനെ പലവിധ കാര്യങ്ങളായിട്ട് 4 മണി വരെ ഇത് തന്നെയായിരുന്നു, ജ്വാലിയാടെ ജ്വാലി. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു, വൈ നോട്ട് ഒരു സോളോ ട്രിപ്പ് ടു ദ തിയേറ്ററിൽ നടത്തിയാലോ എന്ന് നോക്കിയപ്പോഴത്തേക്കും ഡെഡ് പോൾ ആൻഡ് വോൾവറിൻ നടക്കുന്നു. ഡെഡ് പോളിലാണെങ്കിൽ റയൻ റെയ്നോൾസ് ആണ് ആ സുന്ദര ചുള്ളക്കുട്ടൻ അഭിനയിക്കുന്ന മൂവി. ഞാൻ കാണാതെ എങ്ങനെ ഇരിക്കും ഗൈസ്, കാണാതെ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഞാൻ ഓർത്തു, ഓക്കെ വൈ നോട്ട്, ഒരുങ്ങി നമുക്ക് തന്നെ പോകാമെന്ന്. ബിക്കോസ് ഐ എം എ സെൽഫ് ഇൻഡിപെൻഡൻറ്റ് വുമൻ ഓഫ് ദിസ് എറ. എനിക്ക് ആരെയും വേണ്ട, എനിക്ക് തന്നെ ഒരുങ്ങി കണ്ണൊക്കെ എഴുതി, കണ്ണയിലൊക്കെ അത് ഇതൊക്കെ കൊത്തി, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, ജാക്കറ്റൊക്കെ ഇട്ട്, തുണിയൊക്കെ ഇട്ട് എനിക്ക് പോകാൻ അറിയാം. പോകുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടോ? ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്കും എനിക്ക് സോളോ ട്രിപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടാം, ഫോട്ടോ ഇടാം, അങ്ങനെ പലവിധ ഫേക്കായിട്ടുള്ള സന്തോഷങ്ങൾ എനിക്കിങ്ങനെ കാണിക്കാം. നെഞ്ചത്തിൽ ഈ 5 കുത്തിൻ്റെയും കൂടെ കുറവുണ്ടായിരുന്നു എന്ന് എനിക്ക് അപ്പം തോന്നി. അതുകൊണ്ട് ഞാനങ്ങ് കുത്തി. പലപ്പോഴും എല്ലാവരും ചോദിക്കും, നിങ്ങൾ എന്തിനാ അവിടെ ഇവിടെയൊക്കെ കുത്തിടുന്നതെന്ന്. ബിക്കോസ് എനിക്ക് കുത്തിടണമെന്ന് തോന്നുന്നുണ്ട്. താങ്ക് യു. ഉള്ളിൽ ചെറിയ സങ്കടമില്ലായ്മയില്ല, ദാറ്റ് ആരുമില്ല എന്ന്. ബട്ട് നമ്മളതൊക്കെ എന്തിന് വെറി ചെയ്യുന്നു? നമ്മൾ സന്തോഷിക്കുന്നു, ചെരുപ്പിടുന്നു, ഹീൽസ് ഇടുന്നു, വണ്ടിയിലോട്ട് നടക്കുന്നു, തുറക്കുന്നു, ഇരിക്കുന്നു, പോകുന്നു, അങ്ങനെ യേസ്. പാർക്കിംഗ് ലോട്ടിലൊക്കെ എത്തി, റിവേഴ്സ് പാർക്കിംഗ് ഒക്കെ ചെയ്തു. അതിൻ്റെ ഒരു സന്തോഷമാണ് ഞാൻ ഈ പ്രകടിപ്പിക്കുന്നത്. ഈ അസുരഭ നിമിഷത്തിൽ ഞാൻ പല പ്രാവശ്യം ഓർക്കാറുണ്ട്. ഈ പാർക്കിംഗ് ലോട്ടിൻ്റെ വിഷയങ്ങളും ടെൻഷനും ഒക്കെ വേറൊരുത്തന്നെ എടുത്തിരുന്നെങ്കിൽ, അവൻ പാർക്ക് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ടെൻഷൻ അടിക്കണ്ടായിരുന്നല്ലോ. പക്ഷേ എന്ത് ചെയ്യാൻ, എന്ന് വരുമോ എൻ്റെ ആ ഒരു ദിവസം. എനിവേസ് ഞാൻ എത്തി തിയേറ്ററിൽ. അവിടെ ഞാൻ സീറ്റൊക്കെ കണ്ടുപിടിച്ചു, കാലൊക്കെ കാണിക്കുന്നു. ഇത് ഡെഡ് പൂൾ അല്ലല്ലോ, ഇത് വരുന്നല്ലേ. നോക്കിയപ്പോഴത്തേക്ക് അടുത്ത ട്രെയിലർ, ഓ മൈ ഗോഡ്, ഹാർലി ക്വിൻ എന്ന കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്ക് എവിടെയോ എന്തൊക്കെയോ ഒരു ഹാർലി ക്വിൻ എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട് തോന്നുന്നു. എൻ്റെ ജോക്കറിനെ കാത്തിരുന്ന് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ. എനിവേസ് ദാ ഇവിടെ ഡെഡ് പോൾ തുടങ്ങി. ഞാനിപ്പോൾ കാണട്ടെ ഗൈസ്. ഡോക്ടർ സോൺ റിവ്യൂമായിട്ട് ഞാനിപ്പോൾ വരുന്നതായിരിക്കും. ഇപ്പം commentary voice over കേട്ട് മടങ്ങി. I will tell the movie review. I loved the movie. Well, I love Ryan Reynolds, so I'm absolutely biased. But still, I love the comedy, love the action. Most of all, the comedy, I guess. It was overall a good movie, and I'm glad I made the decision to come and watch the movie. Yay! Go and watch. നല്ലൊരു പോസ്റ്റ് കണ്ടില്ലേ, ഭയങ്കര മ്യൂസിക്കൊക്കെ ഇട്ട് തകർപ്പൻ. അതിതായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ പടമൊക്കെ കണ്ടു കഴിഞ്ഞ് ലൈറ്റൊക്കെ ഓഫാക്കി കിടന്നുറങ്ങാൻ പോവാം. ഓക്കെ, ബൈ.